നിയമപരമായും രാഷ്ട്രീയമായും കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ കൂടി തുടരുന്നുണ്ട്. ഡാൻ, ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമായിരുന്നില്ല സെക്രട്ടേറിയറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട അന്ന് കേസുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും അന്ന് കേസുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നു. ഇനി ഏത് രീതിയിലുള്ള സാധ്യതകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണേണ്ടത്? കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ? ഒപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറയുമ്പോൾ വരും മണിക്കൂറുകളിൽ എന്ത് പ്രതീക്ഷിക്കണം? സ്വാഭാവികമായി രജനി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹത്തോടൊപ്പം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായ ഷാഫി പറമ്പിൽ, M. വിൻസെന്റ്, കോവളം MLA, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ആ കേസിൽ പ്രതികളാണ്. സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇത്തരം ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിരിക്കില്ല പോലീസിന്റെ നീക്കം. കാരണം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തെരുവിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തെരുവ് യുദ്ധമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് അവരുടെ നടപടികൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായി MLA-മാരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്, കോൺഗ്രസ് എത്തുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് സംഘം കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ അവിടെ കൃത്യമായ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കും. കാരണം സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും അതോടൊപ്പം തന്നെ കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിലേക്കും ഒക്കെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് തന്നെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അവർ എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 10:30-ഓടെ ഈ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. രഞ്ജിനി, എന്തായാലും എല്ലാ അർത്ഥത്തിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് നേതാക്കൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. മറ്റു